ഹലോ, ഹായ്, ഞാൻ മോളി ജോയി. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. എന്തിനാണ് നമ്മൾ ഈ വിമൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന്റെ ബേസിക് നീഡ്സ്, പർപ്പസ് അതൊന്നും നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ എംപവർ ചെയ്യണ ലേഡീസ് ഫ്രീഡം വേണം, അവരുടെ ലൈഫിൽ ഇൻഡിപെൻഡൻസ് ഫ്രീഡം വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോഴും അതിൽ നിന്നെല്ലാം നമ്മളെ പിന്നോട്ട് പിൻവലിക്കുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്ന എനിക്ക് 100% ഉണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം. എല്ലാ കാര്യത്തിനും ഞാൻ എന്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് എന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വലിയ വലിയ ഇഷ്ടങ്ങളും ആഗ്രഹിക്കണമെങ്കിൽ ഒരാളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടി വാങ്ങിക്കുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവുകയോ ലിമിറ്റേഷൻസിൽ ഒതുങ്ങി നിൽക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലേഡിയെ എംപവർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്, നമ്മൾ ആരാന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ആരാന്നറിയാൻ നമ്മുടെ ബോധ്യമുണ്ട്, നമ്മൾ ആരാ അവയർനെസ് ഉണ്ട്. പക്ഷെ നമ്മൾ പല പല കാരണങ്ങളാലും നമ്മളിൽ ലിമിറ്റേഷൻസിൽ ഒതുങ്ങി ചില ചട്ടക്കൂട്ടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒന്നുകിൽ കുട്ടികളുടെ ലൈഫാവാം, ഫാമിലിയുടെ ഇതിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെയും നമ്മളെ ബോധർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കില്ല. സർപ്രൈസിംഗ്ലി ചില കുട്ടികളെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബ്, എനിക്ക് ഈയിടെ ഒരു സർപ്രൈസ് ന്യൂസ്, PG കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗും കഴിഞ്ഞ് അതിന്റെ PGയും കഴിഞ്ഞ ഒരു കുട്ടി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിന്ന് പോയി സാലറി ചോദിച്ചപ്പോൾ 20,000 rupees. അതൊരു വൈറ്റ് കോളർ ജോബിന് വേണ്ടി മാത്രം സമൂഹത്തിൽ ഒരു ജോലിക്കാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്കൂട്ടിക്ക് അടിക്കാനുള്ള പെട്രോളിന്റെ പൈസയാകുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, നമ്മുടെ പേഴ്സണലും ഫാമിലിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് മസ്റ്റാണ്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലുണ്ട്. ഞാൻ 20 years ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഫ്രീഡം ഏജൻസിയുടെ മെമ്പർഷിപ്പ് എടുക്കുകയും ലീഡർഷിപ്പ് എടുക്കുകയും ചെയ്തതാണ്. അതായത് അൺസർട്ടനിറ്റി ലൈഫ് എല്ലായിടത്തും ഉണ്ട്. സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ഏജൻസി നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ജോബാണ്. ഇൻകം അൺലിമിറ്റഡ് ആണ്. അതിനേക്കാൾ ഉപരി നമ്മൾ അതിൽ ഒത്തിരി ഫാമിലിക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അൺസർട്ടനിറ്റിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. സോ ലാസ്റ്റ് ഇയറിൽ വിമൻസ് ഡേയിൽ ഞാൻ സ്റ്റാർ ഹെൽത്തിൽ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് സ്റ്റാർ ഹെൽത്ത് ഞാൻ അതിനകത്തുണ്ട്. സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉള്ളതും ഒക്കെയാണ് എന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്ത്. ഇപ്പം എനിക്ക് എന്റെ നാട്ടിലോ അറിയുന്നിടത്തോ അകലത്തിലോ ഉള്ള ഒത്തിരി ഒത്തിരി ഫാമിലീസിന്റെ ലൈഫിൽ വരാവുന്ന കോൺസിക്വൻസോ അൺസർട്ടനിറ്റിക്കോ അവർക്കൊരു അംബർല ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ലൈഫ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വിമൻ ഡേയിൽ ഞാനൊരു നമ്മുടെ സ്റ്റാർ ഹെൽത്തിൽ ഒരു പ്ലാൻ വന്നിരുന്നു, വിമൻ കെയർ സ്പെഷ്യലി ഡിസൈൻ ഫോർ ലേഡീസ് ആയിരുന്നു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ വിമൻ ഡേ ആണ്. ഞാൻ 1 കോടിയുടെ വിമൻ കെയർ കൊടുക്കുന്നുണ്ട്. അതും കൊടുക്കുന്ന ഒരു വിമന് തന്നെയാണ്. ഒരു വിമനിലൂടെ ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ ആവാൻ 1 CR കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഏതെങ്കിലും രീതിയിൽ ഫാമിലികളെ പ്രൊട്ടക്ട് ചെയ്യാനോ സെൽഫായിട്ട് നിൽക്കാനോ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ എന്ത് പറഞ്ഞാലും പക്ഷേ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്താൽ അതൊന്നും നടക്കില്ല. അപ്പൊ പക്ഷേ ലൈഫിൽ നിന്ന് ഡിക്ഷണറിയിൽ നിന്ന് മാറ്റുക. എനിക്ക് കഴിഞ്ഞ വിമൻ ഡേ കഴിഞ്ഞിട്ട് നാളത്തെ വിമൻ ഡേ വരെ ഐ എം സോ ഹാപ്പി. ഒത്തിരി ഒത്തിരി പേർക്ക് ലൈഫ് പ്രൊട്ടക്ട് ചെയ്തു. ഒത്തിരി പേർക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്ത് സെൽഫ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കാൻ ഒത്തിരി ലേഡീസിനെയും ജെന്റ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാനൊരു ലീഡർഷിപ്പിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സോ ഇൻസിഡന്റലി ഈ വിമൻ ഡേയിലെ 1 day ബിഫോർ ഇന്ന് എന്റെ ബർത്ത്ഡേ കൂടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിഷസും പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ ഒരു മോർ ദാൻ 1 hour എനിക്ക് വിഷസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് ലേഡി. ബിക്കോസ് ഇത്രയും ആൾക്കാർ എന്റെ ആരുമല്ല, പക്ഷെ എന്റെ എല്ലാമായിട്ട് എന്നെ വിളിക്കുകയും വിഷ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഞാൻ ഈ സൊസൈറ്റിയിൽ ചാരിറ്റി ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഹെൽത്തിൽ ചെയ്യുന്ന എല്ലാവരും നാളെ വിമൻ ഡേയിൽ ഒരു ബിസിനസ് ചെയ്ത് ഒരു ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കുക. അത് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവരും ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇതിന്റെ താഴെ
Thank you so much. I can support you for the financial freedom. Thanks a lot.